ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ഒരു അടിപൊളി വാഫിൾസിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നും. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 250 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ, 125 ഗ്രാം പഞ്ചസാര, ഇത് നല്ല ഫൈനായിട്ടുള്ള പഞ്ചസാരയാണ്, 250 ml ചെറു ചൂടാക്കിയ പാല്, അതുപോലെ 125 ഗ്രാം ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ നാരങ്ങയുടെ തൊലി ചിരണ്ടിയത്. ഇതുകൂടാതെ നമുക്ക് 6 മുട്ട വേണം. അതിൻ്റെ ഉണ്ണിയും അതിൻ്റെ വെള്ളയും നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ശേഷം ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ മുട്ടയുടെ വെള്ളം നല്ലതുപോലെ പതപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനകത്ത് ഒട്ടും മഞ്ഞക്കരു വരാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലപോലെ പതഞ്ഞ് കിട്ടത്തില്ല. അങ്ങനെ ഇത് പതച്ച് നല്ലൊരു കട്ടിയുള്ള കോൺസിസ്റ്റൻസി എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റി വയ്ക്കാം. അങ്ങനെ അത് റെഡിയാക്കി മാറ്റി വയ്ക്കുവാണ്. ഇനി നമ്മൾ ബാക്കി പൊടികളൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് ഒരു ബൗളിനകത്തോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് നമ്മളതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഫുൾ പഞ്ചസാര ഒറ്റയടിക്ക് ആഡ് ചെയ്യുന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം പഞ്ചസാര കുറച്ചിട്ട് കൊടുത്തു. അത് നല്ലപോലെ ഒന്ന് ആ ബട്ടറുമായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആ മുട്ടയുടെ മഞ്ഞക്കരു മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ മഞ്ഞക്കരുവിൽ 1 or 2 മഞ്ഞക്കരു ചേർത്തിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും കുറച്ച് പഞ്ചസാര ചേർത്ത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്യുക. പിന്നീട് മഞ്ഞക്കരു, അങ്ങനെ മാറി മാറി നമുക്ക് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിനകത്തോട്ട് നമുക്ക് വാനിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ആ മൈദയും ബേക്കിംഗ് പൗഡറൂടെ ഞാൻ ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെറു ചൂടാക്കി വെച്ചിരിക്കുന്ന പാലും ഈ മൈദയും കൂടെ നമ്മളത് മാറി മാറി ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മളിനി ചെയ്യുന്നത്, നമ്മൾ ആ പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള കുറേശ്ശെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് ചെറുതായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ശരിക്കും മിക്സർ ഉപയോഗിക്കാൻ പാടില്ല, കാരണം മിക്സർ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി മൊത്തം മാറി ഈ നമ്മൾ ചേർക്കുന്ന ഈ മുട്ടയുടെ വെള്ള അത് ഭയങ്കരമായിട്ടും വീണ്ടും ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് സ്പാച്ചുല വെച്ച് നമ്മൾ ചെറുതായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ നമ്മളവിടെ ചിരണ്ടി വെച്ചിരിക്കുന്ന നാരങ്ങയുടെ തൊലിയും കൂടെ ആഡ് ചെയ്ത് അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊരു 1/2 മണിക്കൂർ മൂടി വെച്ചേക്കാം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ വാഫൽ ഉണ്ടാക്കാനുള്ള ഫോം റെഡിയാക്കി എടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ചൂടായ ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ഉരുക്കിയത് ഒന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചെറുതായിട്ട് തൂത്ത് കൊടുത്താലും മതിയാവും. അതിനുശേഷം നമുക്ക് കുറച്ച് ബാറ്റർ അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് മാക്സിമം ടെമ്പറേച്ചറിൽ തന്നെ വെച്ച് കൊടുത്തുകൊണ്ട് ഒരു 2 മിനിറ്റോളം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ ബാക്കി വാഫിൾസും നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്.
അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് പൗഡർ ഷുഗർ അല്ലെങ്കിൽ ജാം അല്ലെങ്കിൽ ന്യൂട്രല്ല ഒക്കെ തേച്ച് നമുക്കിത് കഴിക്കാം. ഇതിന് അത്യാവശ്യം മധുരമുണ്ട്. നമ്മൾ ചുമ്മാ കഴിച്ചാലും നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരുമ്പോഴോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളും ഇതുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഈ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.